എന്റെ പേഴ്സ് തിരിച്ചു കിട്ടി കേട്ടോ. ആണോ? എങ്ങനെ? ആരും ഓഫീസിൽ ഏൽപ്പിച്ചിരുന്നു. അപ്പൊ ഈ കോളേജിൽ സത്യസന്ധരൊക്കെ ഉണ്ടല്ലേ? രൂപേഷ്, ഞാൻ വന്നത് ഇന്നലത്തെ ആ ക്യാഷ് തിരിച്ചു തരാനാ. അതെന്താ നാൻസി അങ്ങനെ? ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ അതെന്റെ ഒരു സന്തോഷത്തിനാണെന്ന്. എന്നാലും ഒരെന്നാലും ഇല്ല. നാൻസി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കാശ് വാങ്ങില്ല. അതല്ല രൂപേഷ്, എന്റെ ട്രീറ്റ് ഒന്നും പറഞ്ഞ എല്ലാരും വന്നത്. അതിനിടയിൽ ഇതിപ്പോ നാൻസി എന്നെ അന്യനായി കാണും പോലെയാ. ഞാൻ ഇന്നലെ എല്ലാം പറഞ്ഞതല്ലേ. ഓക്കെ, നാൻസി എന്റെ ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാനത് തിരിച്ചു വാങ്ങിയേക്കാം. രൂപേഷിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ. ഇനിയിപ്പോ കാശ് ഞാൻ തിരിച്ചു തരുന്നില്ല. പോരെ? ക്ലാസ് ഉണ്ട്, പോയിക്കോട്ടെ. ബൈ. നാൻസി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നാൻസി എന്നൊന്ന് സഹായിക്കണം. വേറൊന്നുമല്ല. പറഞ്ഞോളൂ. എന്നെ കൊണ്ടാവുന്നതാണെങ്കിൽ ഞാൻ സഹായിക്കാം. അത് എനിക്കൊരാളോടൊരു ഇഷ്ടം. അത് അയാളെ ഒന്ന് അറിയിക്കണം. പലപ്പോഴും ശ്രമിച്ചു, അതിനുള്ള ധൈര്യം കിട്ടുന്നില്ല. നാൻസി എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെയെങ്കിലും എന്റെ ഈ ഇഷ്ടം ആ പെൺകുട്ടി ഒന്ന് അറിയിക്കണം. രൂപേഷിനെ പരിചയപ്പെട്ടപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഉള്ളിൽ എന്തോ ഒളിപ്പിച്ച് നടക്കുകയാണെന്ന്. അപ്പൊ ഇതായിരുന്നല്ലേ കാര്യം. അതുപോട്ടെ, ആരാ പെൺകുട്ടി? നാൻസി നടന്നോളൂ. ആ സ്റ്റെയർ കേസ് കയറി ചെല്ലുമ്പോൾ നാൻസിക്ക് ആളെ മനസ്സിലാവും. വെറുതെ ഒരു തമാശ, ഒരു സർപ്രൈസിന്. ഹലോ നാൻസി. ആരാണ്? ഐ എം എ ഗൈഡ്, ഒരു വഴികാട്ടി. താങ്കളെ സഹായിക്കാൻ വിളിച്ചതാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. താങ്കൾ ലൈബ്രറിക്കുള്ളിൽ കടന്ന് മലയാള പുസ്തകങ്ങളുടെ സെക്ഷനിലേക്ക് പോകണം. അവിടെ 4ാമത്തെ ഷെൽഫിന്റെ 2ാമത്തെ തട്ടിലുള്ള പ്രണയ പുസ്തകം എടുത്ത് തുറന്നു നോക്കുമ്പോൾ നിങ്ങൾ തിരയുന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് കാണാനാകും. ഗുഡ് ലക്ക്.
ഇപ്പോൾ നിൽക്കുന്നത് ക്രൈസ്റ്റ് കോളേജിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിലാണ്. കലാലയ പാരമ്പര്യങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു മഹത് സ്ഥാനമാണ് ഈ കോളേജിന് അവകാശപ്പെടാനുള്ളത്. വരും കാലങ്ങളിൽ കേരളത്തിന്റെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ മണ്ഡലങ്ങളിൽ തങ്ങളുടേതായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കൂട്ടം യൗവനങ്ങളെ, നാളത്തെ പ്രതിഭാശാലികളെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. യെസ്, വെൽക്കം ഫ്രണ്ട്സ്. എന്താ അവിടെ? ക്യാമ്പസ് യുവർ ചോയ്സ് പ്രോഗ്രാമാ. നമ്മൾ ഇവിടെ ഇരുത്തിയിരിക്കാം. അത് കഴിഞ്ഞ അവിടെ നിങ്ങളുടെ നീ വായി വിടിരി, നമുക്ക് നടിച്ച് പൊളിക്കാം. വാ 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 ഇരി. ഹായ് ഹായ്, നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാമ്പസ് യുവർ ചോയ്സിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താ പേര്? ഞാൻ ഫിറോസ്. ഓക്കെ. രൂപേഷ്. ഓക്കെ. ടോമി. നാരായണൻ. രാജി. ആയിഷ. ഞാൻ ആഗ്നസ്. നാൻസി. ഞാൻ ഫിറോസ്. എല്ലാവരും ഒരേ ക്ലാസ്സിലാണോ? അല്ല. ഓക്കെ. ഏതാ സബ്ജക്ട്? മാത്സ്. പൊളിറ്റിക്കൽ സയൻസ്. ബികോം. ഞങ്ങൾ എല്ലാവരും ബികോം സ്റ്റുഡൻസാ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ നിങ്ങളുടെയൊക്കെ എംബിഷൻസ്? ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. സിവിൽ സർവീസിൽ താല്പര്യമുണ്ട്. പേരെന്താന്നാ പറഞ്ഞേ? അയ്യോ, എനിക്കങ്ങനെയൊന്നുമില്ല. ഫിറോസ്. ഓക്കെ. ഫിറോസിന്റെ ആഗ്രഹം എന്താണ്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു IPL ക്രിക്കറ്റ് മാച്ച് നേരിട്ട് കണ്ടാ കൊള്ളാന്നുണ്ട്. അത് കൊള്ളാലോ. അതെന്താ അങ്ങനെ? വേറൊന്നുമല്ല, ഈ ചിയർ ഗേൾസിന്റെ ഡാൻസ് ഇത്ര എടുത്തൊന്ന് കാണാമല്ലോ. ചേച്ചിക്കും പൊക്കൂടെ? ഓക്കെ 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 ഓക്കെ. നിങ്ങൾ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? പ്രണയത്തെ കുറിച്ചുള്ള നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാട് ഒന്ന് വ്യക്തമാക്കാമോ? Come on, please. ഞാൻ പറയാം. ബൈ ദ ബൈ, എന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് പ്രണയം സമം പണയം. മാല, വള തുടങ്ങി അരഞ്ഞാണം വരെ പണയം വെക്കേണ്ടി വരുന്ന ഒരു ഏർപ്പാടാണ്. ഓക്കെ 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 ഓക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയോ? ഏത് പാട്ട് നിക്ക്. നിങ്ങൾ എപ്പോഴും ഈ സിനിമയിലെ പാട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ വെറൈറ്റി ഒക്കെ വേണ്ടേ? ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പാട്ട് പാടും. നിങ്ങൾക്ക് അത് കാണിക്കാൻ പറ്റും. ക്യാമ്പസിനുള്ളിൽ ക്യാമ്പസിന്റെ പാട്ട് തന്നെ മതി. ഓ, വൈ നോട്ട്? ഷുവർ. Cedo. വരുന്നു.
നടി ഏത് സമയം കഥ കടച്ചിരുന്നേ? ഞാൻ പഠിക്കുകയായിരുന്നു. കഴിക്കാൻ എടുത്തു വെച്ചേക്കാ. വാ, വന്നിപ്പോ ഭക്ഷണം പോലും വേണ്ടെന്നേ. ഇവിടെ ഈ കുന്ത്രാണ്ടില്ലാതെ നിനക്ക് പറ്റില്ല അല്ലേ? എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല പപ്പ, ചെറിയൊരു തലവേദന. പപ്പ 1 സെക്കൻഡ്. ഹലോ രൂപേഷ്, ഞാൻ എത്ര തവണ വിളിച്ചെന്നോ? ഒന്നും പറയണ്ട. കോളേജിൽ നിന്ന് പോയ പോക്കാം. എവിടേക്ക് എത്ര തിരക്കിട്ട് പോയത്? സോറി നാൻസി, അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നതുകൊണ്ടല്ലേ. എന്താ ഇത്ര അത്യാവശ്യം? ടോമിയുടെ സിസ്റ്ററിന്റെ ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ്, ബ്ലഡ് കൊടുക്കാൻ പോയതാ. അപ്പൊ എന്താ എന്നോട് ഇന്നലെ പറയാനോ? അതിനുള്ള സാവകാശം. ആ വിനോദ് വേണ്ടി അവന് വീണ്ടും കളിയിലായി ലക്ഷണം. വാ നമുക്ക് പോയി ചൊറിഞ്ഞു കൊടുത്തിട്ട് വരാം. എന്താടാ ഒരലന്ന നോട്ടം? ഫിറോസെ വേണ്ട. എന്റെ അമ്മോ, രണ്ടിന്റെയും മസിൽ പിടുത്തം കണ്ടില്ലടാ. എന്താടാ തല്ലണോ? ആടാ തല്ലടാ. എന്തേ തല്ലുന്നില്ലേ? വിനോദേ വേണ്ട, നമ്മുടെ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ വെറുതെ? പ്രശ്നമില്ലാത്തവരായിട്ട് പ്രശ്നം ഉണ്ടാക്കലാടാ എനിക്കിഷ്ടം. ഓ അപ്പൊ നീ വാങ്ങി പൊതിഞ്ഞോണ്ടേ പോവും. ആണുങ്ങളായ അങ്ങനെടാ, ചിലപ്പോ വാങ്ങിയെന്നും കൊടുത്തു എന്നൊക്കെ ഇരിക്കും. അത് നീ നല്ല ആണുങ്ങളെ കണ്ടിട്ടില്ലാത്തോണ്ടാ. എനിക്കറിയാവുന്ന ആണുങ്ങളാരും വാങ്ങാറില്ല, കൊടുക്കാറേ ഉള്ളൂ. എടാ മോനെ വേണ്ട, കൂടുതൽ വിളവെടുക്കല്ലേ. ഇത് സ്ഥലം വേറെയാ, നട്ടോ പിടിക്കത്തില്ല. അതൊക്കെ നിന്റെ ഡിപ്പാർട്ട്മെന്റ് മതി. ഇവിടെ വന്ന് നെഞ്ചു വിരിച്ച് കാണിച്ചാണ്ടല്ലോ. കാണിച്ചാ നീ എന്ത് ചെയ്യണം? പ്രശ്നം ഉണ്ടാക്കല്ലേ. കൊള്ളാം, ബെസ്റ്റ് സാധനം, ഭാഗ്യവാൻ. ഇവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് നമ്മളെ ഒന്നും കണ്ടില്ലേ? നമുക്ക് പറയാം പ്രേമിക്കാനൊക്കെ. എന്താ കാണണോ? ഇതാണ് നമ്മുടെ പ്രണയം. ഇനി ഡീപ്പായ പ്രണയം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ പ്രണയിക്കാം. ആ കൈയെടുക്കടാ, അവളുടെ പേരിൽ കൈയെടുക്കടാ. ഓഹോ, അപ്പൊ ഒരാളല്ല, നിനക്കുണ്ട് ഇതിലൊരു ഷെയർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൈയോട് കിട്ടേണ്ടത് കിട്ടിയപ്പോ അവൻ അടങ്ങിയില്ലേ? ഇവിടെ ചിലർക്ക് ഡയലോഗ് വളരെ അറിയാം. അല്ല, അവനത് വേണം. ഞാൻ കൊടുക്കേണ്ടത് ടോമി കൊടുത്തു. അത്രേ ഉള്ളൂ. എന്തോ അല്ല, ടോമി കൊടുക്കേണ്ടത് ടോമി തന്നെ കൊടുത്തു. അതെ, പോടാ. എനിക്ക് കിട്ടേണ്ടത് എനിക്കും കിട്ടി.